ഹായ്, വെൽക്കം ടു ജോബിൾസ് ട്രെയിനിങ്. ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ വലിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ ഇവിടങ്ങളിലേക്കുള്ള ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. നവംബർ 14 തീയതി വന്നിട്ടുള്ള അപേക്ഷയിൽ ഒരുപാട് പോസ്റ്റുകൾക്ക് ഈ പ്രാവശ്യം സാധ്യതയുണ്ട്. ഏകദേശം 9000-ലധികം വാക്കൻസീസ് ആണ് അതിൽ വരുന്നത്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ. രണ്ട് ടൈപ്പാണ്. ഒന്ന് ഈക്വലൻ ടു ഗ്രൂപ്പ് എ ഇൻ KVS, അതുപോലെ തന്നെ NVS നവോദയ വിദ്യാലയങ്ങളിൽ. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ, അത് ഗ്രൂപ്പ് എക്ക് ഇക്വാലൻ്റ് ആയിട്ടുള്ള, അതിന് തുല്യമായിട്ടുള്ള പ്രിൻസിപ്പൽ പോസ്റ്റാണ്. അതുപോലെ വരുന്നത് വൈസ് പ്രിൻസിപ്പൽ ഇൻ KVS, കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ വൈസ് പ്രിൻസിപ്പൽ. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഇൻ KVS, കേന്ദ്രീയ വിദ്യാലയയിൽ PGT ടീച്ചേഴ്സിനുള്ള പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ KVSൽ തന്നെ TGT, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, ഇവർക്കുള്ള പോസ്റ്റുകൾ. അപ്പോൾ നമുക്കറിയാം PGTയും TGTയും ആയിട്ട് മെയിൻ ആയിട്ടുള്ള ടീച്ചിങ് പോസ്റ്റുകൾ. അതുപോലെ തന്നെ ലൈബ്രറിയൻ ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് TGT ഇൻ NVS, അപ്പോൾ നവോദയ വിദ്യാലയങ്ങളിലും TGT. അതുപോലെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് തേർഡ് ലാംഗ്വേജ്, അതിൻ്റെ നവോദയ വിദ്യാലയങ്ങളിൽ ലാംഗ്വേജസ്. അതുപോലെ തന്നെ പ്രൈമറി ടീച്ചേഴ്സ് ഇൻ KVS, നോൺ ടീച്ചിങ് പോസ്റ്റ് ഇൻ KVS, നോൺ ടീച്ചിങ് പോസ്റ്റ് ഇൻ NVS. ഇതാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടീച്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് ടീച്ചിങ് പോസ്റ്റുകളിലേക്കാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എവിടെയാണ് ലഭിക്കുക? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? KVS അല്ലേ, KVS സംഗതൻ അതിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ നവോദയ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ CBSE.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ വായിക്കാൻ പറ്റും. സോ ഇനി നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതിൻ്റെ എക്സാം എത്രത്തോളം വാക്കൻസീസ് ഉണ്ട് കേട്ടോ. അതായത് 9156 വാക്കൻസീസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം നാഷണൽ ലെവലിലെ എക്സാം ആണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണം. നമുക്കത് വിശദമായി തന്നെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൽ ഡേറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നവംബർ 4 അല്ലേ, അതിൻ്റെ പ്രത്യേകം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് നവംബർ 13 ഇത് ഡേറ്റ് വന്നു. നവംബർ 14 മുതലാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് മറക്കരുത്, ഡിസംബർ 4. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വരും, എക്സാം ഡേറ്റ്, അതുപോലെ തന്നെ റിസൾട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അത് പബ്ലിഷ് ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എക്സാമിന് അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതി അത് ഡിസംബർ 4 ഇനി നമ്മൾ ഇവിടെയുള്ള ടീച്ചിങ് പോസ്റ്റുകൾ എത്രത്തോളം വാക്കൻസീസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കുള്ള വാക്കൻസീസ് നോക്കൂ. ഇത്രത്തോളം. ഇപ്പോൾ KVSൽ അൺറിസർവ്ഡ് കൊടുത്തിട്ടുണ്ട്, EWS, OBC, SC, അങ്ങനെ ഓരോ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ KVSൽ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് KVSൽ, കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പോസ്റ്റ് നോക്കൂ. ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, അതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി. അപ്പോൾ ഇതിലേക്കൊക്കെ പോസ്റ്റുകൾ ക്ഷണിച്ചിട്ടുണ്ട്. ടോട്ടൽ നോക്കൂ, എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് 9000-ലധികം പോസ്റ്റുകൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഇൻ NVSൽ അവിടെ ഏകദേശം നോക്കൂ, ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഇൻ NVS കേട്ടോ. NVSൽ നോക്കൂ, അവിടെ ലാംഗ്വേജ് ആണ് കേട്ടോ, മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജുകൾ, അസാമീസ്, ഗാരോ, തമിഴൊക്കെ ഉണ്ട്. അതുപോലെ തെലുങ്ക്, ഉറുദു, ബംഗ്ല, മണിപ്പൂരി. ഇപ്പോൾ അതിൽ മലയാളം കൊടുത്തിട്ടില്ല. ഇനി വരുന്നത് നോക്കൂ, TGT KVSൽ TGT ടീച്ചേഴ്സിന് ഹിന്ദി, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, സയൻസ്, ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആർട്സ് എഡ്യൂക്കേഷൻ, വർക്ക്സ് എക്സ്പീരിയൻസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. ഓക്കെ. പിന്നെ ഇവിടെ വരുന്നത് തേർഡ് ലാംഗ്വേജ് വരുന്നത് നോക്കൂ, അതിൽ ഏകദേശം മലയാളം വരുന്നുണ്ട് കേട്ടോ. നമുക്കത് നോക്കാം. മലയാളം അൺറിസർവ്ഡ് 12 സീറ്റുകൾ വരുന്നുണ്ട്. EWS 2 സീറ്റുകൾ വരുന്നുണ്ട്. പിന്നെ OBCയിൽ വരുന്നത് നോക്കൂ 7 സീറ്റുകൾ, SC 4. ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ്
അപ്പോൾ നമ്മൾ സീറ്റുകൾ കറക്റ്റ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇതിൻ്റെ സാലറീസൊക്കെ നമുക്ക് പിന്നെ പ്രൈമറി ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് പോസ്റ്റുകൾ KVS അങ്ങനെ ടീച്ചിങ് പോസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാത്ത പോസ്റ്റുകളുമുണ്ട്. നോട്ടിഫിക്കേഷൻ എടുത്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ സാലറി നോക്കിയാൽ നമുക്ക് കാണാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് വരുന്ന സാലറി നോക്കൂ, 47,600 മുതൽ ഇവിടെ 1,51,100 വരെ അതിന് ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റിലേക്ക് പോയാൽ നമുക്ക് കാണാം ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് കൊമേഴ്സ് സയൻസ് അല്ലേ, കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അവർക്കുള്ളതാണ് 47,600 മുതൽ 1,51,100 വരെ. പിന്നെ അടുത്തത് അതുപോലെ തന്നെ TGT ടീച്ചേഴ്സ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് നോക്കൂ 44,900 അല്ലേ, സോറി 44,900 മുതൽ 1,42,400 വരെയാണ് അവരുടെ സ്കെയില് വരുന്നത്. അതുപോലെ തന്നെ TGT എവിടെ വരുന്നു? TGT നോക്കൂ മാത്സ് സയൻസ് സോഷ്യൽ സ്റ്റഡീസ് അവിടെ ബേസ് സ്കെയിലാണ് ഏകദേശം 44,900 മുതൽ 1,42,400. ഇങ്ങനെ നല്ല സാലറി ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളെ ടീച്ചേഴ്സ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊന്നും പ്രിപ്പയർ ചെയ്യില്ല. കൃത്യമായിട്ട് ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ് എക്സാം വരുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഏതായാലും നമ്മൾ മറ്റുള്ള എക്സാമുകൾക്ക് വേണ്ടി ഒരുപാട് കാലം PSCക്കൊക്കെ വേണ്ടി പഠിക്കും. പക്ഷേ എളുപ്പത്തിൽ എക്സാം കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ നടപടികളോടെ എളുപ്പത്തിൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ജോലി. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എവിടെയാണോ പോസ്റ്റ് കിട്ടുന്നത് അവിടേക്ക് നമ്മൾ തീർച്ചയായും പോകണം. നമ്മൾ കേരളത്തിൽ തന്നെ കിട്ടണമെന്ന് അല്ലേ ആ ഒരു വാശിയിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ജോലി ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ എവിടെയും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു റിസ്ക് ഇതിനുണ്ടെങ്കിലും നമ്മൾ അത്രയും ഹൈ സാലറീഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇപ്പോഴത്തെ കാലത്ത് അല്ലേ. മറ്റുള്ള സ്റ്റേറ്റുകളിലാണെങ്കിലും നമുക്ക് കഴിവും സ്കില്ലും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോബ് പോസ്റ്റാണ് ഈ KVSലെയും NVSലെയും ടീച്ചിങ് പോസ്റ്റുകൾ. സോ ഇതിൻ്റെ വരും വീഡിയോകളിൽ ഇതിൻ്റെ എക്സാം എങ്ങനെയായിരിക്കും, അതിൻ്റെ PYQസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇതിൻ്റെ PYQs അതായത് എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ PYQ എന്ന് ടൈപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ എജോബിലിസ്റ്റ് ലേണിങ്ങിൻ്റെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് PYQ ക്വസ്റ്റ്യൻസ് അയച്ചു തരും. താങ്ക് യു.